അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം. വല്ലാതെ രീതിയിൽ ഞങ്ങളെ സംഘടനാ നിലപാട് പഠിപ്പിക്കാൻ പുറപ്പെടരുത് നിങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞങ്ങൾ സംഘടന കൈകാര്യം ചെയ്യുക. അത് ഞങ്ങൾ പരിശോധിക്കും. അതൊക്കെ പരിശോധിക്കും, ഭയപ്പെടേണ്ട. ഇവിടെ കോടികൾ പിരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരു വെപ്രാളുമില്ലല്ലോ, ഒരു വേദനയില്ലല്ലോ. അതെന്താ? ഒരു മറുപാട് ചോദ്യമല്ല, ഞാനാ ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. ഞാൻ എല്ലാ കാലത്തും പറയുന്ന പോലെ ഇതും പറയുകയാണ്. അതിപ്പോൾ ആയിട്ടില്ല. നിങ്ങൾ വെറുതെ രക്തസാക്ഷി ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉറപ്പാണ്. അത് ഉയർന്നു വന്നത് ശരി, അത് ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. അല്ല, അതിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞു. അതൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ജില്ലാ കമ്മിറ്റി പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. അതെ, അങ്ങനെ അവർ പറഞ്ഞത്. അല്ല, അതിപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് പരിഹരിച്ചത്? പാർട്ടി സംഘടനക്കകത്ത് കൈകാര്യം ചെയ്ത മുഴുവൻ കാര്യവും പത്രസമ്മേളനത്തിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞോ? ആരും പറയോ? അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെങ്ങനെയാണ് സംഘടനാപരമായ കാര്യം കൈകാര്യം ചെയ്യുന്നതൊന്നും സംഘടനാപരമല്ലാത്ത രീതിയിൽ പുറത്ത് പറയാൻ സംഘടനക്ക് സാധിക്കില്ല. ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടു നിൽക്കില്ല. അത് പറഞ്ഞ അതിപ്പോൾ നിങ്ങൾ പോലീസിലൊക്കെ കൊടുക്കുന്ന ആളുകളെ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, പരിശോധിക്കേണ്ട ആളുകളെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ഉറുപ്പിക ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 300 വീട് 350 വീട് പറഞ്ഞിട്ട് എവിടെ പോയി? വീടും പോയി പണവും പോയി. അപ്പോൾ അപ്പോഴൊന്നും ഒരു വികാരപ്രകടനം നിങ്ങൾക്കായിരിക്കില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു നയാ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട്. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കാൻ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. യെസ്, ഇത് ആ ക്രൈമായിട്ട് കൈകാര്യം ചെയ്യും. അതും കൈകാര്യം ചെയ്യും. ക്രൈമും കൈകാര്യം ചെയ്യും. ഇനി ക്രൈം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമം നിങ്ങൾക്ക് ഉണ്ടാവണ്ട. അതാ പറഞ്ഞ രക്തസാക്ഷി ഫണ്ടിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസ ചോർന്നു പോകാനോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല, അനുവദിച്ചിട്ടുമില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. അതല്ലേ പറഞ്ഞേ, അവിടെ ചർച്ച ചെയ്ത് വരട്ടെ. ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ആ ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത്ര പറയുന്നില്ല. ഞാൻ പറഞ്ഞു പാർട്ടി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ക്രിമിനൽ കേസും മറ്റു കേസും ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞങ്ങൾ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ഞങ്ങളതിൽ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ ഇടപെടും. അത്രയേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ എന്താ കാര്യം ഉണ്ടായത്? ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? നീതി ഞങ്ങൾ ഇത് സംബന്ധിച്ച് ഞാനിനി അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും പറയാൻ ബാക്കിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് രണ്ടും ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടുന്ന ഘട്ടം വന്നാൽ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.